മണി ഹേസ്റ്റ്. ലോകം കീഴടക്കിയ കള്ളന്മാർ ബാങ്ക് ഓഫ് സ്പെയിനിലും അതുപോലെ തന്നെ റോയൽ മിൻറ്റിലും കൊള്ള നടത്തുന്ന ഓരോ മിനിറ്റിലും അവർ ലോകത്തിൻ്റെ മനസ്സ് കൂടി കവർന്നെടുക്കുകയായിരുന്നു. മണി ഹേസ്റ്റ് പ്രൊഫസറും സംഘവും ചരിത്രം ഉണ്ടാക്കിയിട്ടാണ് മടങ്ങിയത്. 2021 ഡിസംബറിൽ റിലീസ് ചെയ്ത ഹാപ്പി എൻഡിങ് ആയിട്ടുള്ള 5ാം സീസൺ കഴിഞ്ഞപ്പോഴേക്കും പ്രൊഫസറെയും സംഘത്തെയും പോലെ തന്നെ ഹാപ്പി ആയിരുന്നു കാണുന്ന കാഴ്ചക്കാരും. ഇനിയൊരു ഹൈസ്റ്റിൻ്റെ സാധ്യതകൾ ഇല്ലാതെയാണ് അത് അവസാനിപ്പിച്ചതും. പിന്നീടുള്ള 2 വർഷങ്ങളിൽ പലപ്പോഴും മണി ഹേസ്റ്റ് ടോപ്പ് ട്രെൻഡിങ്ങിൽ വന്നു പോയിട്ടുണ്ട്. ഡാലി മാസ്കും അതുപോലെ തന്നെ ചുവന്ന ജംസ്യൂട്ട് അണിഞ്ഞിട്ടുള്ള കൊള്ളസംഘത്തിനൊപ്പം ലോകമെമ്പാടെയുള്ള ആരാധകരും സഞ്ചരിച്ചു. 5ാം സീസൺ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ മണി ഹേസ്റ്റിന്റെ സ്പിൻ ഓഫ് സീരീസ് ആയിട്ടുള്ള ബെർലിൻ നെറ്റ്ഫ്ലിക്സ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2023 അവസാനിക്കുമ്പോൾ ആരാധകർക്കായിട്ട് വേൾഡ് ഓഫ് മണി ഹേസ്റ്റിൽ നിന്ന് ഒരു സമ്മാനമായിട്ട് ഒരു പ്രീക്വൽ മിസോജിനിസ്റ്റ്, സൈക്കോപാത്ത്, അതുപോലെ തന്നെ ഈഗോ സെൻട്രിക്, നാർസിസ്റ്റ്, റൈപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമെന്ന് മണി ഹേസ്റ്റിന്റെ ക്രിയേറ്റർ ആയിട്ടുള്ള പീന പറഞ്ഞ അതേ ബെർലിൻ പെഡ്രോ അലോൺസോ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ട് അവതരിപ്പിച്ച ആൻഡ്രേസ് ഫെർണലോസ്റ്റോ അഥവാ ബെർലിൻ ആണ് മണി ഹേസ്റ്റ് പ്രീക്വൽ ബെർലിനിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് ഓരോ എപ്പിസോഡും വരുന്നത്. 8 എപ്പിസോഡുകൾ ടോട്ടലി വരുന്നുണ്ട്. ഒരു സീസണാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 8 എപ്പിസോഡിലും ഒരു ഹൈസ്റ്റിൻ്റെ കഥ മാത്രമാണ് പറയുന്നത്. മണി ഹേസ്റ്റിൻ്റെ ആദ്യ സീസണിന് മുന്നേ, അതായത് ഈ ഒരു പ്രൊഫസറുടെ നേതൃത്വത്തിൽ ഈ ഒരു റോയൽ മിൻറ്റ് കൊള്ളയടിക്കുന്നതിന് മുമ്പാണ് ഈ ഒരു കഥ നടക്കുന്നത്. ഫ്രാൻസിലെ ഏറ്റവും വലിയൊരു ലേലശാലയിൽ നിന്നിട്ട് ഒരു 44 മില്യൺ യൂറോസ് വില വരുന്ന ആഭരണങ്ങളൊക്കെ കൊള്ളയടിക്കാനാണ് ബെർലിൻ ഒരുങ്ങുന്നത്. ഇതിനായിട്ട് അത്രത്തോളം കോമ്പീറ്റന്റ് അല്ലാത്ത പ്രൊഫഷണൽ അല്ലാത്ത ഒരു കൂട്ടത്തെ ഒപ്പം ചേർക്കുന്നു, കൊള്ള നടത്തുന്നു. പക്ഷെ ബെർലിൻ പ്രണയത്തിലാണ്, അതും എതിരാളിയുടെ ഭാര്യയായിട്ട്. ഒരു വശത്ത് സംഘം കവർച്ച നടക്കുന്നതിനുള്ള മുന്നേറ്റങ്ങൾ നടത്തുമ്പോഴും ഈ ഒരു ബെർലിൻ പ്രണയത്തിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ഈ ഒരു മണി ഹേസ്റ്റിൻ്റെ ഒരു ലൈറ്റർ വെർഷനാണ് ഇതിൻ്റെ ക്രിയേറ്റർമാരായിട്ടുള്ള അലക്സ് പീനയും അതുപോലെ തന്നെ എസ്തർ മാർട്ടീനസ് ലൊബോട്ടയും ഉദ്ദേശിച്ചത്. എന്നാൽ നമുക്ക് പ്രത്യേകിച്ചിട്ട് മണി ഹേസ്റ്റിൻ്റെ ബാക്ക്ലോഗ് ഉള്ളവർക്ക് ബെർലിൻ പ്രതീക്ഷയിലും ലൈറ്ററായിട്ട് തോന്നും. കോമഡി ടോൺ അധികമായി വന്ന ലവ് ഡ്രാമ, അതിൽ ഹൈസ്റ്റും ഒരു ഭാഗമാണെന്ന് തോന്നിയുള്ളൂ. മണി ഹേസ്റ്റ് മുൻ സീസണുകളിൽ ഹൈസ്റ്റ് നടത്തുന്നതിന് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയപരമായ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോബിൻഹുഡിനെയാണ് കഥ അനുസ്മരിച്ചത്. എന്നാൽ ബെർലിൻ ലേലശാലയിൽ നിന്ന് ആഭരണങ്ങൾ കവർച്ച ചെയ്യാൻ തീരുമാനിച്ചതിന് ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു വ്യക്തതയോ ഇല്ല. കേവലം ഒരു കവർച്ച, അത്ര മാത്രമേ ഉള്ളൂ. വെടിപ്പുക ചാരം അവസാന മണി ഹേസ്റ്റ് സീസണുകളിലൊക്കെ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നവരുണ്ടെങ്കിലും 41ാം എപ്പിസോഡ് വരെ ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യാൻ തോന്നിക്കാതെ ത്രില്ലിംഗ് ആയിട്ട് സസ്പെൻസ്ഫുൾ ആയിട്ടൊക്കെയാണ് മണി ഹേസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകത മണി ഹേസ്റ്റിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതാണ് നമുക്ക് ഈ ഒരു ബെർലിനിൽ കിട്ടാതെ പോയത്. ഈ ഒരു സീരീസിൽ ഈ ഒരു ഹൈസ്റ്റിൻ്റെ പുരോഗതിയിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് തടസ്സങ്ങൾ വരും, അതിനെ മറികടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊക്കെ വളരെ ഫ്രൈജിലായിട്ട് തോന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണി ഹേസ്റ്റ് സീസണുകളിൽ ഒരു ക്യാരക്ടർ പോലെ തന്നെയായിരുന്നു അതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ബെർലിൻ എന്ന സീരീസിൽ അതും വളരെ ഷോക്കാണ്. വേണ്ടതിലും അധികം ഇഴഞ്ഞു നീങ്ങുന്ന ഈ ഒരു ഡ്രാമയിൽ പ്രണയവും സെക്സും അതുപോലെ തന്നെ സൗഹൃദവും എല്ലാം വരുന്നുണ്ടെങ്കിലും അത് പ്രേക്ഷകനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാക്കാനായോ എന്നുള്ളത് ഒരു സംശയമാണ്. ഇന്നത്തെ കവർച്ച പോലും, ഇന്നത്തെ ഒരു ഹേസ്റ്റ് പോലും അസാധ്യം എന്ന് തോന്നിക്കുന്ന രീതിയിൽ വളരെ പെട്ടെന്നാണ് നടക്കുന്നത്. പെട്ടെന്ന് നമുക്ക് അടിച്ചു പോണ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബെർലിനിലെ രക്ഷപ്പെടലുകളും ഈ ഒരു മണി ഹേസ്റ്റ് കണ്ട പ്രേക്ഷകർക്ക് ഒരു ത്രില്ല് സമ്മാനിക്കുന്നുണ്ടാവില്ല. ഈ ഒരു അസുഖം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ബെർലിൻ എങ്ങനെയായിരുന്നു എന്നാണ് ഇതിൻ്റെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത്. ഇത് മുൻ സീസണുകളിലും ഫ്ലാഷ് ബാക്ക് ആയിട്ട് പലപ്പോഴും കണ്ടതാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ബെർലിനെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ സൈക്കോ പോലീസ് ഓഫീസറായ അലൻസിയ സൈറയും അതുപോലെ തന്നെ ദ മോസ്റ്റ് ലവബിൾ പോലീസ് ഓഫീസറും നമ്മളുടെ പ്രൊഫസറുടെ പാർട്ട്ണറും ആയിട്ടുള്ള റേക്കേലും അവരുടെ പാസ്റ്റ് ലൈഫിൽ ഈ ഒരു ബെർലിനിൽ വരുന്നുണ്ട്. സിറ്റി ഓഫ് ലവ് ആയിട്ടുള്ള ഈ ഒരു പാരീസിലാണ് ഇന്നത്തെ കഥ പ്രധാനമായിട്ടും നടക്കുന്നത്. പാരീസിൻ്റെ സൗന്ദര്യം ഉൾക്കൊള്ളുന്ന ഓരോ ഫ്രെയിംസൊക്കെ ഇത് കാണുന്ന പ്രേക്ഷകരെയൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മണി ഹേസ്റ്റിൻ്റെ പ്രത്യേകത അതിൻ്റെ പ്രൊഡക്ഷനിലായിരുന്നു. അത് ബെർലിനിലും ഇവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതും വളരെ സൂപ്പറായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ നരേഷനും അതുപോലെ തന്നെ സ്ക്രിപ്റ്റുമാണ് ഒരു പരിധിവരെ ബെർലിനെ നമ്മളുടെ മണി ഹേസ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേറിട്ട് നിർത്തുന്നത്. ഒട്ടും തന്നെ ഗ്രിപ്പില്ലാതെ പ്ലാൻ ചെയ്യുന്ന സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ബെർലിൻ പലപ്പോഴും ഇത് കാണുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ നിരാശപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിനെയൊക്കെ പിന്നെയും കാണാൻ പറ്റും എന്നുള്ളത് ഒഴിച്ചു നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സന്തോഷം ഈ ഒരു സീരീസ് ആയിട്ടുള്ള ബെർലിൻ നമുക്ക് തരുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതുപോലെ തന്നെ ഈ ഒരു സീരീസിന് 7.1 റേറ്റിംഗ് ഉണ്ട് IMDbയിലൊക്കെ. ബട്ട് എന്തായാലും നമുക്കിത് നെറ്റ്ഫ്ലിക്സിലൂടെ നമുക്ക് ഈ ഒരു ബെർലിൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും കാണണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കാണുക. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ സീരീസ് ആൻഡ് മൂവീസ് റിവ്യൂസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.